ഈ വേൾഡിൽ ഞാൻ മരിച്ച വേൾഡിൽ ചെയ്യാതെ വേറെ വഴിയില്ല. ഇതാണ് എല്ലാരും ഭയക്കുന്ന ഒരേ ഒരു ഗെയിം മോഡ് ഹാർഡ് കോർ. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ സർവൈവ് ചെയ്താ ഞാൻ ഒപ്പി, ഇല്ലെങ്കിൽ ഓമ്പി. ഹലോ, അപ്പൊ നമ്മുടെ വേൾഡിന്റെ പേര് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിൻഡർ ഹെവൻ. അതെന്താണെന്ന് ചോദിക്കണ്ട, സംഭവം ഞാൻ ChatGPT നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പൊ തുടങ്ങാം. ഓക്കെ, നമ്മൾ തുടങ്ങിയ വഴിക്കാൻ നമ്മളൊരു ബീച്ചിലാണ് സ്പോണായപ്പോൾ തന്നെ അവിടെ ഒരു ആമേനെ കണ്ട. കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ ചേർത്താന്ന് ക്യൂട്ടിപ്പൈ. അവൻ്റെ ഒരു പിക്സല് അവൻ്റെ അമ്മേനെ അച്ഛനെ കണ്ടോ അപ്പുറം. അവർക്ക് കേൾക്കാട്ടെ എന്നാ ചേർത്താ നോക്കിയവൻ. ഭയങ്കര ചെറുത്. എന്തിനാട്ടെ നീ പോക്കോടാ, ഞാൻ പോയി മരം പറ്റട്ടെ. ഓക്കെ, ഞാൻ പെട്ടെന്ന് കുറച്ച് മരം കളക്ട് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി, ഒരു പിക്കാക്സും ഉണ്ടാക്കി, കുറച്ച് സ്റ്റോണും കളക്ട് ചെയ്ത് കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കി. ഓക്കെ, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. ഞാനപ്പോഴേക്കും കുറച്ച് റിസോഴ്സ് കളക്ട് ചെയ്തിട്ട്, കാരണം നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പുഴ പോലൊരു സാധനം കിട്ടും. അപ്പോൾ അവിടെ കുറച്ച് അയണും കുറച്ച് കോളും കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ സമയം എടുത്ത് ആ കോളും കളക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ഒരു സ്ഥലത്ത് എക്സ്പ്ലോറിങ്ങിനാണ്. അപ്പോൾ എക്സ്പ്ലോറിങ്ങിന് പോയപ്പോഴാണ് ഞാൻ അവിടെ ഒരു അമ്മയെയും കുട്ടിയെയും കണ്ടത്. ഇതാണ്ടേ പാങ്ങളല്ലെന്ന് വെച്ച് വെറുതെ ഇട്ടപ്പോൾ എന്നെ ചീത്തറുണ്ട് അവർ പോയി. അധികം ഞാൻ നേരത്തെ ചെന്ന് നോക്കിയപ്പോഴാണ് ദാണ്ട ഇവിടെ ഒരു അവനെന്തൊക്കെയോ പറയാനുണ്ടായി. അവനെൻ്റെ പറച്ചിലൊന്നും ഞാൻ കേട്ടില്ല. ഇവിടെ വേറെ ഒരുത്തനെ നമ്മൾ കണ്ട് അവനെ ചേർത്ത് നമ്മൾ നേരെ നമ്മുടെ എക്സ്പ്ലോറേഷൻ കണ്ടിന്യൂ ചെയ്ത് നേരെ ചെന്ന് കയറിയതൊരു റൂയിൻ പോർട്ടലാണ്. റൂയിൻ പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലിസ്റ്ററിമിൽ തന്നെ മാങ്ങാച്ചോയിലോട്ട് കിട്ടി. സംഭവം എന്താണെന്ന് എനിക്ക് നമ്മളാ ഒരു അയൺ പിക്കാക്സ് ഒക്കെ തന്നിറങ്ങി എന്തിന് നല്ല കാരണം. പിന്നെ രാത്രിയായി, നമ്മൾ സൺസെറ്റൊക്കെ നമ്മൾ നേരത്തെ പോയി കണ്ടു, നേരെ പെട്ടുണ്ടാക്കി കിടന്നുറങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം എനിച്ചാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ജീവിതത്തിൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു കേവ് എത്തിയിട്ടോ. അപ്പോൾ ആ കേവിൽ ഞാൻ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ആണ്ട്രാ ഇങ്ങനെയൊക്കെ മൈൻക്രാഫ്റ്റിൽ ജനറേറ്റ് ആവോ? കണ്ട് തേങ്ങ ഊമ്പി ഞാൻ തന്നെയാണ് ചെയ്തത്. കുറച്ച് കോബ്സ്റ്റോൺ കളക്ട് ചെയ്താണ്. ഓക്കെ, ഫണ്ട്സ് അപ്പാർട്ട്. നിങ്ങൾക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അയൺ സ്മെൽറ്റ് ചെയ്ത ഒരു ഷീൽഡ് ഉണ്ടാക്കി. പിന്നെ ഒരു അയൺ ഉണ്ട്. ഇതിൻ്റെ ഇരുന്നോട്ടെ. നിങ്ങൾ സബ്ബടിക്ക് ലൈക്ക് അടിക്കുക. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇവിടെ വരെ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി സീരിയസ് ബാത്ത്. അപ്പോൾ സീരിയസ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് ഒരു ജംഗിൾ ഉണ്ട്. അപ്പോൾ ജംഗിളിൽ കുറച്ച് മെലൺ കിട്ടിയതാണ്. ഇവിടെ ഒരു സ്റ്റാക്ക് മെലൺ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാമ്പു ഉണ്ട്. അപ്പോൾ ബാമ്പു എടുത്തപ്പോഴാണ് ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് ഒരു കേവ് കണ്ടത്. അപ്പോൾ ആ കേവിൽ താണ്ട ഒരു സ്കെൽട്ടൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനെ തീർത്ത് പിന്നെ അവിടെ കുറച്ച് കോള് കണ്ട് ഞാൻ കോള് കളക്ട് ചെയ്യാൻ പോയി. കോള് കളക്ട് ചെയ്ത് ആ കേവിലേക്ക് പതുക്കൊന്ന് ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു സോംബി. അവന് കൊന്തൊക്കെ പിടിച്ച് നമ്മുടെ പുതിയ അപ്ഡേഷനിൽ വന്ന സാധനം സ്പിയർ. അപ്പോൾ ഈ സ്പിയർ പിടിച്ചിട്ടാണ് അവൻ നിന്നത്. അപ്പോൾ എൻ്റെ യാത്രയിൽ വളരെ വലിയൊരു തടസ്സമായിട്ടാണ് അവൻ അവിടെ നിന്നത്. ഞാൻ ആദ്യം അവനെ കാര്യമാക്കിയില്ല. സ്പിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഊമ്പിയ സാധനമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഊമ്പിയതല്ല. അവൻ എന്നെ സ്വർഗം കാണിച്ചു തന്നു. എൻ്റെ ഹാർട്ട് കണ്ടോ ഞാൻ പണ്ടാറടക്കി തന്നു. ഞാൻ അപ്പം തന്നെ പേടിച്ച് വിറങ്ങലിച്ച് ഹാർഡ്. ഞാനിത് എത്രാമത്തെ അറ്റംപ്റ്റാന്ന് അറിയുമോ നിങ്ങൾക്ക്? 10ാമത്തെ അറ്റംപ്റ്റ് കണ്ട. 10ഓ 12ഓ. ഞാൻ ഒരു സ്ഥലത്ത് ഡയമണ്ട് ആർമർ വരെ എത്തിയായിരുന്നു. പിന്നെയാണ് ഞാൻ കണ്ടൊരു സംഭവം കണ്ടത്. അവിടെ ആ സ്പിയറും കൊണ്ടൊന്ന സാധനം ഉണ്ടല്ലോ. ആളിയൻ എന്നെ കൊല്ലാനുള്ളതിന് അവിടെ നിന്ന് എല്ലാ ഹോസ്റ്റൽ മൗസിനെയും കൊന്നു. കണ്ടോട്ടാ, അവനെ സ്കെൽട്ടനെയും കൊന്ന്. ഇപ്പം ആ സോംബി അവനെയും കൊന്ന്. ഇവിടെ എന്താ നടക്കണേ? അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? അവനൊരു സോംബിനെ കൊന്ന്. But why did he do that? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അങ്ങനെ ആ പൊട്ടം പതുരി അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടോർച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ലിറ്ററലി എൻ്റെ രോഗം അണിച്ചിന്ന്. കാരണം ഇത് ഇപ്പം തീരണ്ടായിരുന്നു. ഇനി ഞാൻ ആദ്യമേ അതിൽ തുടങ്ങേണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ വേൾഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ ലഷ് കേവ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായി. ഞാൻ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ശ്രദ്ധിച്ചില്ല.
ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, കാരണം സബ്സ്ക്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ നമുക്കത് ഇവിടെ 2 ഡയമണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട മൈനിങ്ങിന് ശേഷം നമ്മൾ കര കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നൈറ്റാണ്. നമുക്ക് വേഗം ഒരു ബെഡ് ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ നമ്മൾ ഡേ 3 ആയപ്പോഴേക്കും അയൺ ആർമറും ഡയമണ്ട് ടൂൾസും ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ടൂൾസ് എന്ന് പറഞ്ഞാൽ ആകെ പിക്കാക്സ് ആക്സ് ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ വലിയ ടൂൾസ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ടൂൾസാണ്. പിന്നെ നമുക്ക് ഈ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് ഇച്ചിരി കൂട്ടിയിടണം, കാരണം വില്ലേജ് അടിക്കാനുള്ള. അങ്ങനെ പറഞ്ഞ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടി ഇച്ചിരി മുന്നോട്ട് പോയില്ല. ആര് ദർശനം നൽകുന്ന നമുക്ക് മൈൻക്രാഫ്റ്റ് ദൈവങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടേ. ദാണ്ടേ അവിടെ കണ്ടു നിങ്ങളെ കാഴ്ച കൺകുളിർക്കുന്ന. ഞാൻ ഈ കുറേ തപ്പണമെന്ന് വിചാരിച്ച് പണ്ടാറടങ്ങി ബോറടിച്ചിരിക്കണായിരുന്നു. പക്ഷെ ഞാൻ കണ്ടു. ഒടുവിൽ ആ വില്ലേജ് ദൈവങ്ങൾ എനിക്ക് ദർശനം തന്നു. ഓടി വഴിക്ക് ചെന്ന ഒരു ചെസ്റ്റ് പറഞ്ഞു പറയും. ഒരു ഉമ്പി ചെസ്റ്റ് ആയിരുന്നു, നല്ല ഉമ്പി ചെസ്റ്റ് ആയിരുന്നു. എല്ലാ ചെസ്റ്റും ഒന്നിനൊന്നും വെച്ചും. അങ്ങനെ ഞാൻ എൻ്റെ ടൂൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരു റൂയിൻ പോർട്ടലാണ് പോയി. അതാണ്ട് ആ റൈറ്റ് സൈഡിൽ 2 ബ്ലാക്ക് വരാനുണ്ട്, അത് റൂയിൻ പോർട്ടലാണ്. അപ്പോൾ അവിടെ ചെന്ന് ചെസ്റ്റ് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് നൈറ്റായി. അപ്പോൾ ഒരു കോഴിയിൽ പുറത്ത് കയറി ചിക്കൻ ചോക്കി ആ സാധനം ഏത് റയറാണ് എനിക്കറിയാൻ പാടില്ല. ഞാനിത് ഇങ്ങനെയൊക്കെ മുമ്പും കണ്ടിട്ടുള്ളതാണ്, പക്ഷെ എനിക്ക് റയറാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ മറ്റേ പിഗ്ലിൻ ചോക്കി റയറാണ്, അതെനിക്കറിയാം. അപ്പം ഞാൻ നേരെ നമ്മുടെ രക്ഷകനായിട്ടുള്ള അയങ്കോളത്തിൻ്റെ അടുത്ത് രക്ഷ നേടി. ഓക്കെ ടാറ്റാ. പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ.